ക്യാരിക്കിൻ്റെ ഒരു ക്യാരിക്കിൻ്റെ ഒരു സെക്കൻഡ് യുണൈറ്റഡ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ ടീമിലെ കോർ പ്ലെയേഴ്സ് പലരും നമുക്കറിയാം അമോറിമ് കൊണ്ടുവന്ന സൈനിങ്സ് ആണ്. അമോറിമിൻ്റെ സൈനിങ്സ് ഒന്നും ഫെയിലിയർ ആയിട്ടില്ല എന്നുള്ളത് തെളിയിക്കപ്പെടുകയാണ്. ഇപ്പം കുന്യ, എംബ്യൂമോ, ലെമൻസ്, സെസ്കോ, ഈ പ്ലെയേഴ്സൊക്കെ കഴിഞ്ഞ വർഷം ഡോർഗു. അപ്പോൾ യുണൈറ്റഡിലേക്ക് ഈ ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നത് നമുക്കറിയാം അമോറിമ് ക്രിയേറ്റ് ചെയ്ത സ്ക്വാഡിനെ ഏറ്റവും നന്നായി ക്യാരിക്ക് ഉപയോഗപ്പെടുത്തി എന്ന് ശരിക്കും പറഞ്ഞുകൂടെ നമുക്ക്? അതെ, ഈ അമോറിമിൻ്റെ അണ്ടറിൽ വന്ന 5 സൈനിങ്സും നിങ്ങൾ ഈ പറഞ്ഞ 5 സൈനിങ്സും ഇപ്പോൾ ടീമിൻ്റെ ഏറ്റവും അഭിവാജ്യ ഘടകങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ അമോറിമിൻ്റെ മുമ്പുള്ള ടെൻഹാഗിനെ കുറിച്ച് ഏറ്റവും വലിയ പരാതി സൈനിങ്സ് ആയിരുന്നു. വലിയ പൈസ മുടക്കി ആന്റണീനെ പോലുള്ള പ്ലെയേഴ്സ്, ഒനാന ഒക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ, അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ച പ്ലെയേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഏജൻസിയുടെ അണ്ടറിലുള്ള പ്ലെയേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ പരാതിയായിരുന്നു. അത് മിക്ക പ്ലെയേഴ്സും ഫ്ലോപ്പായിരുന്നു. ഇപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ് ഒഴിച്ചു നിർത്തിയാൽ ആ ഒരു സ്ട്രീമിൽ നിന്ന് വന്ന എല്ലാ പ്ലെയേഴ്സും ഇപ്പോൾ ആരും ടീമിൽ ഇല്ലതാണ്. അപ്പം ടെൻഹാഗിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതിയായിരുന്നു. അപ്പോൾ അമോറിമിൻ്റെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അമോറിമിൻ്റെ ഗെയിം സ്റ്റൈലും ഫോർമേഷനൊക്കെ കുറിച്ച് പരാതി പറഞ്ഞാൽ പോലും സൈനികളെ കുറിച്ച് യാതൊരു പരാതി ഇപ്പം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ നമ്മളൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളൊരു ഇത് ബിൽഡ് ചെയ്തത് അമോറിമാന്ന് തന്നെ പറയേണ്ടി വരും ഈ ടീം ഇനി അങ്ങോട്ട് മെച്ചപ്പെടുമ്പോൾ.